സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ തന്നെ ബസിന്റെ ഉള്ളിലെ ഫോട്ടോ എടുക്കാനും കാണുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് കുടുംബത്തിലേക്ക് അയക്കാനും തിരക്ക്. സെൽഫി കാണുന്ന എല്ലാ വഴികളും. മക്കത്തുനിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടാൽ, യമനിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടാൽ, വാരാന്തമായിട്ടുള്ള സിയാറത്താകട്ടെ, മാസാന്തമായിട്ടാകട്ടെ, വർഷാന്തമായിട്ടാകട്ടെ, മദീന ഉദ്ദേശിച്ചു പോകുന്ന ആൾ എന്താ ചെയ്യേണ്ടത്? പോകുന്ന വഴിയിലൊക്കെ സ്വലാത്ത് ധാരാളം ചൊല്ലണം. മദീനയോട് ഇങ്ങനെ അടുക്കുമ്പോ, ദൂരത്തുനിന്ന് മദീന കാണുമ്പോ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ മനസ്സിൽ ഹാജരാക്കി ബഹുമാനത്തോടെ സ്വലാത്ത് അധികരിപ്പിക്കണം. സ്വലാത്ത് വിട്ടുപോകരുത്. മഹാന്മാരൊക്കെ മഹതിമാരൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ്. കണ്ടില്ലേ നിങ്ങൾ, ബഹുമാനപ്പെട്ട അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ സിയാറത്തിന് വരാറുണ്ട്. എവിടെ? ജന്നത്തുൽ മുഅല്ലയില്. മക്കയിൽ സിയാറത്തിന് വരുമ്പോ മഹദി അതാ സ്വലാത്ത് ചൊല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആലോചിച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് പറയും, ലഖദ് നസൽനാ മഅഹു ഹാഹുനാ. തങ്ങളോടൊപ്പം ഞങ്ങൾ ഹജ്ജിന് വന്നപ്പോ ഇവിടെ ഞങ്ങൾ താമസിച്ചിരുന്നു, ഇവിടെ ഞങ്ങൾ ഇറങ്ങിയിരുന്നു. കൂട്ടത്തിൽ ചൊല്ലും അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദറത്തിലേക്ക് പോകുന്ന ആള് സ്വലാത്ത് ധാരാളമായി ചൊല്ലണം. അവിടെ എത്തിയിട്ടും തങ്ങളോട് സ്വലാത്ത് ചൊല്ലണം. അതേ, ആ സ്വലാത്തിന് വലിയ പുണ്യമുണ്ട്. തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ ബഹുമാനം വിടാത്ത രൂപത്തിൽ സ്വലാത്ത് ചൊല്ലണം. ആ സ്വലാത്തിന്റെ എല്ലാ ബഹുമാനങ്ങളും പരിഗണിക്കണം. 14-ാമതായി പറയുന്നു, നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒന്നാണ് അറവ് നടത്തുക എന്നുള്ളത്. ബിസ്മി മാത്രം ചൊല്ലിയാൽ പോരാ, അവിടെയും സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ബിസ്മിയിൽ ഒതുക്കാൻ പാടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്, സ്വലാത്ത് അധികരിപ്പിക്കുന്നത് അവിടെയും സുന്നത്താണ്, അവിടെയും സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട്. ബിസ്മി ചൊല്ലിയിട്ട് അറവങ്ങ് നിർത്തിക്കളയരുത്, സ്വലാത്തും കൂട്ടത്തിൽ ചൊല്ലണം. 15-ാമതായി പറയുന്നു, ഇൻദാഖദിൽ ബൈഇ, ഇടപാട് നടത്തുമ്പോൾ, കച്ചവടക്കാർ ഇടപാട് നടത്താറില്ലേ, ആ ഇടപാടിലുള്ള വലിയ ബറക്കത്താണ് സ്വലാത്ത് ചൊല്ലുക. അതൊരു ഹലാലായ കാര്യമാണ്. ഓരോ സാധനങ്ങളും ഇങ്ങനെ വിറ്റുപോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുമ്പോ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് ഏറ്റിത്തരും. സ്വലാത്തല്ലാണ് അപ്പടും. ഒരു കടയിലിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സ്വലാത്ത് കിട്ടി, സ്വലാത്ത് ചൊല്ലിയിട്ട് എത്ര ബറക്കത്തുണ്ടാകുന്നത്. വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ ലാഭം ഇഷ്ടം പോലെ കിട്ടാനുള്ള ഒരു കാരണം ഈ സ്വലാത്ത് വിരിപ്പിച്ചതാ. അത് ചെറിയ വസ്തു ആകട്ടെ വലിയ വസ്തു ആകട്ടെ, എന്ത് വിൽക്കുമ്പോഴും പറമ്പൊന്നായിട്ട് വിറ്റിട്ട് ആധാര പേപ്പർ കൈമാറുമ്പോഴുള്ള സ്വലാത്ത് മാത്രമല്ല പറഞ്ഞത്. അത് വലിയൊരു സംഖ്യക്കുള്ള വിൽപ്പന ആകുമ്പോ ബിസ്മിയും സ്വലാത്തും ഹംദും ഫാത്തിയും ഒക്കെ അവിടെ ഉണ്ടാകും, ഒരു സൗന്ദര്യം എന്നുള്ള നിലയ്ക്ക്. അത് മാത്രല്ല, ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുമ്പോഴും സ്വലാത്തല്ലണം. 16-ാമതായി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എഴുതി കൊടുക്കുമ്പോ, വസിയത്തുകൾ എഴുതി കൊടുക്കുമ്പോ സ്വലാത്ത് ചൊല്ലണം. പിന്നെ പറയുന്നു, ഫീ ഖുതുബത്തി തസ്വീജ്, നിക്കാഹിനുള്ള ഖുതുബയിൽ പ്രത്യേകം സ്വലാത്ത് അധികരിപ്പിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരുള്ള സ്വലാത്ത് ആ സന്തോഷ സമയത്തും മറന്നു പോകരുത്. 18-ാമതായി പഠിപ്പിക്കുന്നു, ഫീ തുറഫൈൻ നഹാർ, പകലിന്റെ 2 ഭാഗങ്ങളിലും സ്വലാത്ത് ചൊല്ലണം. രാത്രി പകലിന്റെ 2 തലകളിലും സ്വലാത്ത് ചൊല്ലണം. രാവിലെയും വൈകുന്നേരവും. വൈന്ദ ഇറാദത്തിന്നൗമി, ഉറങ്ങാൻ കിടക്കുന്ന നേരത്തും. പഴയകാലത്ത് കുട്ടികളോടൊക്കെ അമ്മമാര് പറയല്ലേ, മോനെ ഒരു 5 സ്വലാത്തല്ലിട്ട് കിടന്നോ, ഒരു 10 സ്വലാത്തല്ലിട്ട് കിടന്നോ. പറയാൻ മാത്രം നമ്മൾ പഠിച്ചാ പോരാ, സ്വലാത്തല്ലണം. ഉറക്കം കുറവുള്ള ആളുകളും സ്വലാത്തല്ലണം, അല്ല നല്ല ഉറക്കം കിട്ടും. അത് അവരെ ശരീരത്തിനുള്ള ഒരു മരുന്നും കൂടിയാണ്. ചില ആൾക്കാർക്ക് ഉറക്കം തീരെ കിട്ടൂല, രാത്രി മരുന്ന് മറ്റോ കഴിക്കുന്നുണ്ടെങ്കിൽ ഉറക്കം കുറവാന്ന് പറയും. ആരോഗ്യത്തിന് നല്ല ഉറക്കം വേണല്ലോ, ഉറക്കം കിട്ടിക്കോട്ടെ, സ്വലാത്ത് നല്ലോണം ചെല്ലുക. ഉറങ്ങാൻ നേരത്തും സ്വലാത്തല്ലണം. ആ സ്വലാത്തിന് വലിയ പുണ്യമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിലുണ്ട്, ഒരാള് വിരിപ്പിലേക്ക് വന്നാൽ
എന്നിട്ട് തബാറക എന്ന് പറഞ്ഞ സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ റബ്ബൽ ഹില്ലി വൽ ഹറാം വറബ്ബൽ ബലദിൽ ഹറാം വറബ്ബർ റുക്നി വൽ മഖാം വറബ്ബൽ മശ്അരിൽ ഹറാം ബിഹഖി കുല്ലി ആയത്തിൻ അൻസൽതഹാ ഫീ ശഹ്രി റമളാന ബല്ലിഗ് റൂഹ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഹിയ്യതൻ വസലാമാ. മാഷാ അല്ലാഹ്, സർവാനി ഉസ്താദ് എത്തി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരാളെങ്ങനെ സ്വലാത്തു ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മലക്കുകളെ ഏൽപ്പിച്ച് ആ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിലെത്തിയിട്ട് പറയും, ഇന്ന വ്യക്തി ഇന്ന നാട്ടിൽ വെച്ച് ഇങ്ങനെ സ്വലാത്തു ചൊല്ലിയിട്ടുണ്ട് നബിയേ, ആ സ്വലാത്ത് ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ കിടന്നുറങ്ങാൻ നേരത്തും സ്വലാത്ത് ചൊല്ലണം. യാത്ര ഉദ്ദേശിക്കുന്ന ആള് സ്വലാത്ത് ചൊല്ലണം. യാത്ര ഉദ്ദേശിക്കുമ്പോ നിസ്കരിക്കാറില്ലേ സഹോദരങ്ങളെ? 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാറുണ്ട്. ശേഷം ദുആർക്കും എന്തൊക്കെയാ ചൊല്ലണ്ടീന്ന് ചോദിക്കും. എത്ര സൂറത്ത് പറഞ്ഞാലും ചൊല്ലുന്നൊരു നേരമാണത്. കാരണം യാത്രയാണല്ലോ, കുടുംബത്തെ വിട്ടുപിരിയുകയാണ്, ഇതുവരെ പോകാത്ത പല വാഹനങ്ങളിലും സഞ്ചരിക്കുകയാണ്. അവിടെ ദുആഇന് വേണ്ടി ഹംദ് ചൊല്ലിയിട്ട് ദുആർക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം. വാഹനത്തിൽ കയറുമ്പോഴും അങ്ങനെ സ്വലാത്ത് സുന്നത്തുണ്ട്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് ചൊല്ലിയതിനു ശേഷം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലൈഹിസ്സലാം എന്നൊരാൾ ചൊല്ലിയാൽ പോകുന്ന വാഹനത്തിൽ അയാൾക്ക് എളുപ്പം കിട്ടും. അയാള് പോകുന്നത് ഏതെങ്കിലും ഒരു ജീവിയുടെ മുകളിൽ കയറിയിട്ടാണെങ്കിൽ, കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തൊക്കെ ആണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആ ദാബത്ത് പറയും, ബാറക്കല്ലാഹു അലൈക മിൻ മുഅ്മിൻ ഖഫഫത അൻ ളഹരി വഅതഅത റബ്ബക വഅഹ്സൻത ഇലാ നഫ്സിക ബാറക്കല്ലാഹു ലക ഫീ സഫരിക വഅൻജഹ ഹാജതക. നിന്റെ യാത്രയിൽ അല്ലാഹു നിനക്ക് ബറക്കത്ത് നൽകട്ടെ, എന്റെ കനം നീ കുറച്ചു തന്നല്ലോ ദിക്റും സ്വലാത്തും ചൊല്ലിയിട്ട്. അവിടെയും സ്വലാത്തല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. അങ്ങാടിയിലേക്ക് പുറപ്പെടുന്ന ആളുകളല്ലേ നമ്മളെല്ലാവരും, വൈകുന്നേരമോ രാവിലെയോ അങ്ങാടിയിലേക്ക് പുറപ്പെടുമ്പോഴും അതേപോലെ ഏത് സദ്യക്ക് ക്ഷണിച്ചാൽ അങ്ങോട്ട് പുറപ്പെടുമ്പോഴും പുറപ്പെടുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. മാ ജലസ ഫീ മഗ്ദുബത്തിൻ വലാ ഫീ ഖിതാനിൻ, ഒരു സൽക്കാരത്ത് സദസ്സിൽ പോയി ഒരാൾ ഇരുന്നാൽ, എന്തെങ്കിലും ഒരു മാർക്ക കല്യാണ സദസ്സിലാണ്, മാർക്കം ചെയ്യുന്ന സമയത്തും സദ്യ ഉണ്ടാക്കൽ സുന്നത്തുണ്ടല്ലോ, ആ സദസ്സിലാണ് ഒരാൾ പോയിരിക്കുന്നത്. അല്ല വേറെ ചില റിപ്പോർട്ടിൽ വലാ ഫീ ജനാസത്തിൻ, മയ്യത്തിന്റെ സംസ്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊരു സദസ്സിലാ പോയി നിൽക്കുന്നത്. അവിടെ പോയിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ സ്തുതിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലണം. ദുആർക്കാൻ കഴിയുന്നതൊക്കെ ദുആർക്കണം.